ശ്രീ ജി വി ഹരി, നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് ഉന്നയിച്ച ഒരു ചോദ്യമുണ്ട്. ഏതിൻ്റെ പേരിലായാലും സ്വന്തം ആദർശങ്ങളെ ബലി കഴിക്കാൻ പറ്റുന്നത് എങ്ങനെ എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ, ഇത്തരത്തിൽ വർഗീയ ചർച്ചകൾ വരുമ്പോൾ, തങ്ങൾ മറ്റൊരാളെ തോൽപ്പിക്കുന്നതിനു വേണ്ടി ഇവരുടെ സഹായം തേടുന്നു എന്നുള്ളത് ഒരു ലാഘവ മനോഭാവത്തോടുകൂടി അവതരിപ്പിക്കുകയും, പക്ഷേ ജയിച്ചാലും തോറ്റാലും ആ ഒരു വിഭാഗം പിടിമുറുക്കുന്നത് തങ്ങളുടെ ആദർശത്തിലും രാഷ്ട്രീയത്തിലുമാണ് എന്നുള്ള സത്യാവസ്ഥ ബോധ്യം വരാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഡോക്ടർ മോഹൻ വർഗീസ് അത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്ത് തലത്തിൽ എന്താ ആലോചിച്ചിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല എത്ര ആലോചിച്ചിട്ടും. കാരണം സാധാരണഗതിയിൽ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ച് ആ കാര്യങ്ങൾ പറയുന്ന ആളാണ്. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടപ്പോൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏത് വേളയിലാണ് അത്തരത്തിലൊരു പിന്തുണ ആവശ്യപ്പെട്ടത് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഇവിടെ BJPയുടെ വക്താവായിട്ടുള്ള ശ്രീ JR പത്മകുമാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരെ സ്ഥിരമായി വർഗീയ പാർട്ടി എന്ന് അധിക്ഷേപിക്കുന്നതാണ്. ഞങ്ങൾ പക്ഷേ ആ ഒരു പടി കൂടി മുകളിലേക്ക് പോയിട്ട് കേരളത്തിൽ അവർ BJPയും CPMുമായിട്ടുള്ള ബാന്ധവം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നിലമ്പൂരിൽ എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത്, അത് പറഞ്ഞിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം, അതുകൂടി ഇതുകൂടി പറഞ്ഞാലേ എൻ്റെ കണക്ഷൻ കറക്റ്റ് ആവുകയുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട വേളയിൽ ഞാൻ ജനം TV-യുടെ ചർച്ചയിൽ ആ സമയത്ത് ഞാൻ പങ്കെടുത്തപ്പോൾ, അന്ന് ഷാജി രാഘവൻ ആ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. അന്ന് അതുവരെ BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. BJPയുടെ സ്ഥാനാർത്ഥിയായി പലരെയും അവർ പരീക്ഷിച്ചു. BDJS അവിടെ സ്ഥാനാർത്ഥി വേണ്ട എന്ന് സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു പ്രസ്താവന, ഞങ്ങൾ മത്സരിച്ചേക്കില്ല എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വന്നു. അപ്പം വിമർശനമുണ്ടായി. ആളുകൾ പറഞ്ഞു തുടങ്ങി CPMും BJPയും തമ്മിലുള്ള ബാന്ധവം കൂടുതൽ ശക്തമാണ്, അതുകൊണ്ട് സ്ഥാനാർത്ഥിയെപ്പോലും നിർത്താതെ വിജയിപ്പിക്കുവാനുള്ളൊരു ശ്രമം അവർക്ക് പൂർണ്ണമായ പിന്തുണ കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വർഗീയ പാർട്ടി എന്ന് ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുന്നത് BJP തന്നെയാണ്. അതിന് ഞങ്ങൾ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ BJPയുടെ സഹായം ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അത് CPMന് തന്നെയാണ്. കാരണം അവിടെ ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് ഏറ്റവും വീക്കായിട്ടുള്ള ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മോഹൻ വർഗീസിനെയാണ് ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയായി അവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് പറയാം, ഒരു 10,000 വോട്ട് അദ്ദേഹം പിടിക്കില്ല. നമ്മളിപ്പോൾ ഈ ചർച്ച കഴിഞ്ഞിട്ട്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ഞാനും ശ്രീ JR പത്മകുമാർ അടക്കമുള്ള ആളുകൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുമല്ലോ, ഒരു 10,000 വോട്ട് അദ്ദേഹം അവിടെ നിന്ന് പിടിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ നിർത്തിയിരിക്കുന്നത്, BJP നിർത്തിയിരിക്കുന്നത് CPMനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം BJP അടക്കമുള്ള വർഗീയ പാർട്ടികളിൽ നിന്ന് വോട്ട് സമാഹരിച്ച് വിജയിപ്പിക്കുക അല്ലെങ്കിൽ വിജയം നേടുവാൻ ശ്രമിക്കുന്ന CPMനെ എങ്ങനെയും തറപറ്റിക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് രോഹിണി. അതിനകത്ത് ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല. അതുകൊണ്ട് എന്നിട്ട് പോലും ഞങ്ങൾ ഒരാളുടെയും വീട്ടിൽ പോയി, അല്ലെങ്കിൽ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാരുടെ വീടുകളിൽ ഞങ്ങൾ കയറി ഇറങ്ങുന്നുണ്ട്, അവിടുത്തെ കുടുംബ സംഗമങ്ങളിൽ ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഒരു വർഗീയ ശക്തികളുടെയും ഓഫീസുകളിൽ പോയി ഞങ്ങളാരും വോട്ട് ഞങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞിട്ടില്ല. ആളുകൾ തിരഞ്ഞെടുപ്പാകുമ്പോൾ അവരുടെ വോട്ട് ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വേണ്ട എന്ന് പറയാനുള്ള രാഷ്ട്രീയ മൗഢ്യം അല്ലെങ്കിൽ മണ്ടത്തരമൊന്നും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണിക്കില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും നിലമ്പൂരിലെ വോട്ടർമാരാണ്. ആ നിലമ്പൂരിലെ വോട്ടർമാരെന്ന് മാത്രമല്ല ഞങ്ങൾ കാണുന്നത്, കേരളത്തിലെ ജനങ്ങളുടെ ഒരു ഒരു സാമ്പിളായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. തെരഞ്ഞെടുപ്പിനെയും ഞങ്ങൾ അത്തരത്തിലാണ് കാണുന്നത്. കൊണ്ട് ഞങ്ങൾക്ക് പിണറായി വിജയനെ എതിർക്കാൻ, അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് സഹായിക്കുന്ന എല്ലാവരുടെയും വോട്ട് ഞങ്ങൾ വാങ്ങിക്കുന്നതിൽ എന്താണ് ഡോക്ടർ മോഹൻ വർഗീസ് തെറ്റായിട്ടുള്ളത്? അങ്ങ് പറയൂ, ഞങ്ങൾ ഏത് വർഗീയ പാർട്ടിയുടെ ഓഫീസിൽ പോയിട്ടാണ് ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോടാണ് വോട്ട് ചോദിച്ചിട്ടുള്ളത്. ഞങ്ങൾ നിലമ്പൂരിലെ സാധാരണക്കാരോടാണ് ഞങ്ങൾ വോട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടിൽ ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഞാൻ പരസ്യമായി BJP വർഗീയ പാർട്ടിയായി പ്രവർത്തിക്കുന്നു, വർഗീയതയെ പോഷിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഈ ഫ്ലോർ ഇരുന്നുകൊണ്ട് ഞാൻ പറയുന്നത് കൊണ്ട് തന്നെയാണ്. അതിന് മാത്രമല്ല, ഒരു പടി കൂടി കടത്തിക്കൊണ്ട് ഞാൻ കൃത്യമായി പറഞ്ഞു, ഇവിടെ CPMനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് BJP ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അവർ രണ്ടാമത് അധികാരത്തിൽ വന്നതും അങ്ങനെ തന്നെയാണ് എന്നുള്ളത് 100% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവരുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ CPM രണ്ടാമതും പിണറായി 2.0 വരാൻ സാധിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും. വ്യക്തിപരമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയാൻ ഞങ്ങൾ തയ്യാറല്ല.
അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വോട്ട് മാത്രം മതി എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നിലപാടുകളിൽ ഒരു വെള്ളം ചേർക്കലുകൾ ഞങ്ങൾ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് അതിനെ താരതമ്യം ചെയ്യാൻ കഴിയില്ല. എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രാഷ്ട്രവിരുദ്ധത തന്നെയാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ അവരുടെ വോട്ട് ഞങ്ങൾ അങ്ങ് സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് സാധിക്കുന്നത്? എന്നിട്ട് നിങ്ങൾ അതേ നിലപാടിൽ നിൽക്കുമ്പോഴാണ് BJP-യെയും RSS-നെയും വർഗീയ പാർട്ടി എന്ന് വിശേഷണം ചെയ്യുന്നതും. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന രാഷ്ട്രവിരുദ്ധ ശക്തിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അവരെങ്ങനെയാണ് നമ്മുടെ പൗരന്മാരാകുന്നത്, നിലമ്പൂരിലുള്ള വോട്ടർമാരാകുന്നത്? അങ്ങനെയാണെങ്കിൽ RSS-ഉം BJP-യും ഒക്കെ നിങ്ങൾക്ക് വിമർശിക്കാൻ എന്ത് അധികാരമാണുള്ളത്? അവരും സാധാരണക്കാരായ പൗരന്മാർ തന്നെയല്ലേ? രോഹിണി, ഇതിനകത്ത് അവർ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരാണെങ്കിൽ ഇത്തവണ അവർ വോട്ട് ചെയ്യേണ്ടത് UDF-നാണ്. കാരണം നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിൻ്റെ വികസന തകർച്ച അല്ലെങ്കിൽ കേരളം നേരിടുന്ന വികസന തകർച്ചയെക്കുറിച്ച് നിങ്ങളൊന്ന് പരിശോധിക്കണം. താങ്കളൊരു മാധ്യമ പ്രവർത്തകയാണല്ലോ. കഴിഞ്ഞ 9 വർഷം സാധാരണഗതിയിൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, പല എക്കണോമിസ്റ്റുകൾ, ഇപ്പം മേരി ടീച്ചറിനെ പോലുള്ള ആളുകളൊക്കെ പല ചർച്ചകളിലും, ഇപ്പം ഡോക്ടർ മോഹൻ വർഗീസും ഞാനും അതോടൊപ്പം തന്നെ ഡോക്ടർ മേരി ജോർജും ഒക്കെ ഒരുപാട് ബജറ്റ് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ ബജറ്റ് ചർച്ചകളിലൊക്കെ തന്നെ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ എക്കണോമിസ്റ്റുകളുടെ ഒരു വാദം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വികസനം നടക്കാത്തത് അവിടെ ഈ ഭരണ തുടർച്ച ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPM ആണ്. BJP-യുടെ സഹായത്തോടെ ഞാൻ വീണ്ടും അടിവരയിടുകയാണ്. BJP-യുടെ സഹായത്തോടു കൂടി അവർ ഭരിക്കുകയാണ്. അങ്ങനെ ഭരിച്ചുകൊണ്ടിരിച്ചിട്ട് പോലും അവർക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. എന്ത് വികസനമാണ് കേരളത്തിൽ അവർ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്? അതുമാത്രമല്ല, ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങളിൽ എന്ത് സമീപനമാണ് അവർ സ്വീകരിച്ചത്? തിരുവനന്തപുരത്ത് എത്രയോ ദിവസങ്ങൾ നീണ്ടുനിന്ന 100 ദിവസത്തോളം നീണ്ടുനിന്ന ആശാവർക്കർമാരുടെ സമരത്തിന് എത്രയോ ഞങ്ങളുടെ നേതാക്കന്മാർ ആ സമരത്തിൽ, അത് ഞങ്ങളുടെ രാഷ്ട്രീയ സമരമൊന്നും വരുന്നില്ല, ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചെയ്ത സമരമാണ്. ആ സമരത്തിൽ ഞാൻ എൻ്റെ സുഹൃത്ത് AR പത്മകുമാർ അടക്കമുള്ള നേതാക്കന്മാരെയൊന്നും അവിടെ ഒന്നും കണ്ടില്ല. അവിടെ സുരേഷ് ഗോപി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളുടെ നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവ് അടക്കം ശ്രീ രമേശ് ചെന്നിത്തല അടക്കം അതോടൊപ്പം KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ ആ സമരത്തിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, ആശാവർക്കർമാരെന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരുടെ നേർചിത്രമാണ്. അവരുടെ ആ സമരത്തിൽ ഞങ്ങൾ സഹായിച്ചു. അവിടെയൊന്നും ഇവരെ ആരെയും കണ്ടില്ലല്ലോ. ഇവരൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ വർഗീയത പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്ന ആളുകളാണ് BJP അടക്കമുള്ള ആളുകൾ. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള CPM-നെ അവർ സഹായിക്കാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള, രോഹിണി ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി എനിക്ക് പറയാനുള്ളത്, RSS-ഉം അതോടൊപ്പം തന്നെ BJP-യും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവിടുത്തെ നിലമ്പൂരിലെ വോട്ടർമാരാണെങ്കിൽ അവരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. കാരണം ഒറ്റ അജണ്ടയെ ഞങ്ങൾക്കുള്ളൂ. കഴിഞ്ഞ 9 വർഷക്കാലം കേരളത്തെ 10-25 വർഷക്കാലം പിന്നോട്ടടിച്ച പിണറായി സർക്കാരിനെ താഴെ ഇറക്കാൻ ഞങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ അവസരമാണ്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് നിലമ്പൂരിലെ വോട്ടറായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിലമ്പൂരിലെ വോട്ടർ ആരോ ആയിക്കോട്ടെ, അവർ UDF-ന് വോട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു വർഗീയ പാർട്ടിയുടെ ആഫീസിൽ പോയി UDF ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഇതുവരെ അഭ്യർത്ഥിച്ചിട്ടില്ല. സാധാരണക്കാരായ നിലമ്പൂരുള്ള വോട്ടർമാരോട് ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കും. അവിടെയുള്ള കുടുംബങ്ങളിൽ പോവും, വീടുകളിൽ പോവും, ഞങ്ങൾ വോട്ട് ചോദിക്കും.